ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനം തുടരുകയാണ്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാളെ രാവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം നടക്കും. തുടർന്ന് ഭൌതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര രാവിലെ 9:30-ന് ശ്മശാനത്തിലേക്ക് പുറപ്പെടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ 11:45-ന് നിഗം ബോധ് ഘട്ടിൽ നടക്കും. ന്യൂഡൽഹി എയിംസിൽ ഇന്നലെ രാത്രിയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഉയരങ്ങൾ കൈവരിക്കാൻ ഭാവി തലമുറയ്ക്കുള്ള മാതൃകയാണ് മൻമോഹൻ സിംഗിന്റെ ജീവിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടത്തിയ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു മൻമോഹൻ സിംഗെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ.പി. നദ്ദ, രാജ്നാഥ് സിംഗ്, മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കളും ന്യൂഡൽഹിയിലെ വസതിയിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കേന്ദ്രമന്ത്രിസഭ ഇന്ന് അനുശോചിച്ചു. രാജ്യത്തിന് ഒരു പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞനെയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനെയും വിശിഷ്ട നേതാവിനെയുമാണ് നഷ്ടമായതെന്ന് അനുശോചന സന്ദേശത്തിൽ മന്ത്രിസഭ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ ഇന്ത്യയ്ക്ക് നഷ്ടമായത് ദീർഘവീക്ഷണമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുസ്മരിച്ചു. അപാരമായ വിവേകത്തോടെയും അഖണ്ഡതയോടെയും രാജ്യത്തെ നയിച്ച നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങി കേരളത്തിലെ പ്രമുഖ നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യമെങ്ങും ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്നു മുതൽ നടക്കാനിരുന്ന 4ാമത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മാറ്റിവച്ചു. ഫെസ്റ്റ് ജനുവരി 4, 5 തീയതികളിൽ നടക്കും. നാളെ മുതൽ ചെറുതോണിയിൽ നടക്കാനിരുന്ന ഇടുക്കി ജില്ലാ കേരളോത്സവവും മാറ്റിവച്ചു. പഞ്ചാബിൽ ബസ് പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് 8 പേർ മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. താൽവണ്ടി സാബോയിൽ നിന്ന് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അനുശോചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം, പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. 40 വർഷത്തിലേറെ സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ തലവനായിരുന്ന ഒസാമു സുസുക്കി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. മാരുതി 800 കാർ അവതരിപ്പിച്ചതിലൂടെ ഇന്ത്യൻ കാർ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒസാമു സുസുക്കിയെ ജനപ്രിയ ബ്രാൻഡാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. നിയമസഭ ഇതുവരെ കാണാൻ സാധിക്കാത്തവർക്ക് ക്ഷണവുമായി സ്പീക്കർ എൻ ഷംസീർ. ജനുവരി 7 മുതൽ 13 വരെയാണ് പൊതുജനങ്ങൾക്ക് നിയമസഭ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പ്രവേശനത്തിന് അവസരമൊരുങ്ങുന്നത്. ജനങ്ങളെ നിയമസഭയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോയും സ്പീക്കർ പങ്കുവച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ ആലിപ്പഴ വർഷത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നേരിയ മഴ തുടരുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. സംഭവം നടന്ന ദിവസത്തെ വിവിധ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ പുതുക്കാതെയും വിടുതൽ സർട്ടിഫിക്കറ്റിന് യഥാസമയം രജിസ്റ്റർ ചെയ്യാതെയും സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരം. ഡിസംബർ 31-ന് 50 വയസ്സ് പൂർത്തിയാക്കാത്തവർക്കാണ് ഇത് ബാധകമാകുക. മാർച്ച് 18 അവസാന തീയതി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ നവീകരണത്തിന് 6.55 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഉള്ളതും മറ്റ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതുമായ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. അദാനി പോർട്ടിനു വേണ്ടി 8 ടഗുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉപസ്ഥാപനമായ ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നേടി. 70 ടൺ കപ്പാസിറ്റിയുള്ള ടഗുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറാണ് ലഭിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിന് എതിരെ ഉടമകൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. എസ്റ്റേറ്റുകൾക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.